ഇന്നലെ തമിഴ്നാട്ടിലെ മധുരയിൽ അവസാനിച്ച CPIM പാർട്ടി കോൺഗ്രസിനെക്കുറിച്ചും പാർട്ടി കോൺഗ്രസിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ആ പാർട്ടി എടുത്ത തീരുമാനത്തെക്കുറിച്ചും അതിൻ്റെ അടുത്ത 3 വർഷത്തേക്കുള്ള നയപരിപാടികളെക്കുറിച്ച് ആ പാർട്ടി എടുത്ത തീരുമാനം ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എയ്ഡം റിസാല അപ്ഡേറ്റ് സ്പെഷ്യൽ ഡിബേറ്റിൽ. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ 2 മുതിർന്ന മാധ്യമപ്രവർത്തകരായ വെങ്കടേഷ് രാമകൃഷ്ണനും MG രാധാകൃഷ്ണനുമാണ്. രണ്ടുപേരും ഇടത് രാഷ്ട്രീയത്തെയും CPM രാഷ്ട്രീയത്തെയും സവിശേഷമായി പിന്തുടരുകയും CPM ഇതര ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും എടുക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടിയാണ് 2 മുതിർന്ന മാധ്യമപ്രവർത്തകരും. സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഞാൻ ആദ്യം MG രാധാകൃഷ്ണനോടാണ് ചോദിക്കുന്നത്. ഈ മധുരയിൽ CPIMൻ്റെ പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും കൂടുതൽ പുതുമുഖങ്ങൾ എത്തുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പാർട്ടി പരിപാടിയിൽ സവിശേഷമായ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയതായോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഊന്നലോടുകൂടിയുള്ള ചർച്ചകൾ നടന്നതായോ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വളരെ വലിയ മാറ്റങ്ങളൊന്നും കണ്ടതായിട്ട് തോന്നുന്നില്ല. ഇതിന് മുമ്പ് പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കുറേയധികം വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മതം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ഇപ്പോഴത്തെ രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക രംഗത്തും മറ്റും സ്വീകരിച്ചിരിക്കുന്ന പുതിയതോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി ഇട്ടുള്ളതോ ആയ ചില നയ തീരുമാനങ്ങൾ, സ്വകാര്യ മേഖലയുമായിട്ടുള്ള ബന്ധത്തിലും മറ്റും, അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാല, പൊതുമേഖലാ വ്യവസായങ്ങളെ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നവീകരിക്കുക തുടങ്ങിയ നിലപാടുകളിൽ അടുത്ത കാലത്ത് കൊണ്ടുവന്ന, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന പരിപാടികൾക്ക് കൂടുതൽ ശക്തമായ പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനവും പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് രണ്ടും ആണ് എനിക്കത് മുന്നിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട നയപരമായ കാര്യങ്ങൾ. മറ്റൊരു നേരത്തെ രാജീവ് പറഞ്ഞ പോലെ സംഘടനയ്ക്കുള്ളിൽ വന്ന ഈ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയതും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് CPIMന്റെ ഏറ്റവും തലമുതിർന്ന 6 നേതാക്കളെങ്കിലും മാറ്റി നിർത്തിയതും വാസ്തവത്തിൽ വളരെ ചരിത്ര പ്രധാനമായ നീക്കങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഈ പറഞ്ഞല്ലോ, ഈ മുതിർന്ന നേതാക്കൾ 6 പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുന്നത്. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധി മൂലം ഒഴിവായ നേതാക്കളുണ്ട്. ഈ തീരുമാനം അത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അവരെടുത്ത മാനദണ്ഡം അത് അവർ കർശനമായി പാലിക്കുന്നു. അത് ഒരു പാർട്ടി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഈ സംവിധാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര ഗുണകരമായൊരു തീരുമാനമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് അല്പം സങ്കീർണമാണ് ഈ വിഷയം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CPIMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ പൊതുവെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതില് കഴിഞ്ഞ ഒരു 10-25 ഈ കാലഘട്ടങ്ങളിലുള്ള അനുഭവത്തിന്റെ ശക്തിയും അനുഭവത്തിൽ നിന്നുള്ള അറിവും അനുഭവത്തിൽ നിന്നുള്ള പഠിച്ച പാഠങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ് ഇനിയുള്ള കാര്യങ്ങൾക്ക് എന്നുള്ളത് ഇരിക്കെ തന്നെ അതൊരു പക്ഷെ കഴിഞ്ഞ 10-20 വർഷമായി ഇടതുപക്ഷത്തെ കാര്യമായി സഹായിച്ചിട്ടില്ല പൊതുവെ എന്നുള്ള സത്യം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇനി ചെയ്യാവുന്നത് ഒരു പുതിയ ഇനിയിപ്പോ, കാരണം ഇതുവരെയുള്ള ചില വഴികൾ വേണ്ടത്ര വിജയം വരിച്ചിട്ടില്ല എന്നുള്ളത് അവര് സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു തിരിച്ചറിവും, അത് പ്രായത്തിന്റെ ഒരു നിയമം വെച്ചിട്ടാണെങ്കിലും കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും വാസ്തവത്തിൽ ഫലപ്രദമായിട്ടില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഫലമായിട്ട് ഒരു പക്ഷേ ഇനി ഒരു പുതിയ തലമുറ, ഇനി നേതൃത്വത്തിൽ വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ പുതിയ ആശയങ്ങളും
പുതിയ മാർഗങ്ങൾ തേടാനോ അല്ലെങ്കിൽ പരീക്ഷിക്കാനോ ഉള്ള ഒരു അവസരം നൽകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇതുവരെ നടത്തിയിരുന്നതിൽ ഉണ്ടായിരിക്കുന്ന ചില ദൗർബല്യങ്ങൾ. രണ്ട്, അവർ കൊണ്ടുവരുന്ന അവരുടെ പ്രായത്തിന്റെയും അനുഭവത്തിന്റെയും ഒക്കെ ഒരു പുതിയ ഊർജം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് പുതിയ വഴികളിൽ തേടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുവാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി എന്നുള്ളത് വാസ്തവത്തിൽ നല്ല കാര്യമാണ്. അപ്പോ ആ അനുഭവം ഇതുവരെയുള്ള അനുഭവത്തിന്റെ അനുഭവം ഉള്ളവരുടെ ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ അനുഭവങ്ങളിൽ നിന്ന് വലിയ വിജയമുണ്ടായില്ല എന്ന തിരിച്ചറിവിലൂടെ ഒരു പുതിയ വഴി തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം എനിക്ക് തോന്നുന്നത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ വെങ്കടേഷ്, പക്ഷേ ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ താങ്കളോട് ചോദിക്കാം. ഈ പുതിയ യുവനിരയെ, ഒരുപക്ഷെ നമ്മൾ യുവനിര എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ യുവനിര എന്ന് വേണമെങ്കിൽ പറയാം, അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലൊരു മാറ്റത്തിന് ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ പാർട്ടി ഡിസ്കസ് ചെയ്ത് അംഗീകരിച്ച ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അത് അവർ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ചില ഭേദഗതികളോടുകൂടി അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രവർത്തന പദ്ധതി, നിലവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് രാജ്യത്ത് നടത്തേണ്ട പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടുന്നതിന് പാർട്ടി സംഘടിപ്പിക്കേണ്ട പരിപാടികൾ എന്തൊക്കെയാണ്, പാർട്ടി ഏത് രീതിയിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇടപഴകേണ്ടത്, ഏത് രീതിയിലാണ് സഖ്യങ്ങളിൽ ഉൾപ്പെടേണ്ടത്, ഇന്ത്യ ബ്ലോക്കുമായിട്ട് ഏതൊക്കെ നയങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് തുടർന്ന് യോജിച്ചു പോകേണ്ടത്, ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന മാറ്റം സാധ്യമാക്കാൻ പാകത്തിലുള്ളൊരു നിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതോ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഡ്രമാറ്റിക് ആയിട്ടുള്ള വലിയൊരു മാറ്റം പാർട്ടിയുടെ നയപരിപാടികളിലോ അല്ലെങ്കിൽ പ്രവർത്തന രേഖയിലോ വന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഈ പുതിയ ആൾക്കാർ വന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു പുതിയ എനർജിയുടെ പോസിബിലിറ്റി, അതും പോസിബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എത്രമാത്രം അത് മൂർത്തമാവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഈ പ്രായത്തിന്റെ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പുതുമുഖങ്ങൾ വന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇതിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള വളരെ നാടകീയമായ രീതിയിൽ ഉള്ള ഒരു മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ ഒരു ദിശാമാറ്റത്തിന്റെ സൂചന, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ നയ രൂപീകരണത്തിന്റെ പിന്നെ ഒരു ലക്ഷണം അതൊന്നും കണ്ടില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് 1992 ചെന്നൈയിൽ നടന്നിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അവിടെയാണ് EMS മാറി ഹർകിഷൻ സിംഗ് സുർജിത്ത് പാർട്ടി സെക്രട്ടറി ആയി മാറുന്നതും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ PV-യിലേക്ക് വരുന്നതും ആ സമ്മേളനത്തിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സമയത്ത് എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പിന്നെ വളരെ ഭീകരമായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്ന, സോഷ്യലിസ്റ്റ് നിന്ന് ആശയം തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് നിന്ന് ചെന്നൈയിൽ നിന്ന് അവിടെ കൂടിയിട്ടുള്ള ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻസ്, ആ സമ്മേളനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നയരേഖകൾ, ആ സമ്മേളനത്തിൽ ഉയർന്നു വന്ന നേതൃത്വം, അവയൊക്കെ ഒരു വലിയ പുതിയ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു ഇടപെടലിന് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നു ഇന്ത്യയിൽ എന്ന് ഒരു സൂചന തന്നിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു. 92 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് പാർട്ടിയെ നയിക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ഗതിവേഗവും മാറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ആ ഒരു ഇടതുപക്ഷം ഒരു പ്രത്യേക സവിശേഷ സാന്നിധ്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരികയും നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ തിരിച്ചടി, ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമാവാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് CPM ഉള്ളത്. CPM-ഉം പൊതുവിൽ ഇടതുപക്ഷം ഉള്ളത്. അപ്പം ആ ഒരു സമയത്ത് എടുക്കാവുന്ന പല നടപടികളിൽ ഒന്നായിരുന്നു ഈ പുതിയ നേതൃത്വത്തെ, പുതിയ പ്രായത്തിൽ കുറഞ്ഞിട്ടുള്ള ഒരു നേതൃനിരയെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് എടുക്കാവുന്ന ഒരു നടപടിയാണ്. പക്ഷെ ആ ഒരു നടപടി കൊണ്ട് മാത്രം ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ഗതിവേഗമോ മുന്നേറ്റമോ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് ഈ ഒരു പുതിയ നേതൃത്വത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ തരത്തിലുള്ള പരിപാടികളെ പറ്റിയുള്ള ആലോചന പാർട്ടി കോൺഗ്രസിൽ നടന്നിട്ടുണ്ടോ, പാർട്ടി രേഖയെ പറ്റി നടന്നിട്ടുണ്ടോ എന്നതിനെ പറ്റിയൊന്നും വ്യക്തമായ സൂചനകൾ ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുമ്പിലുള്ളത് ആ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷനാണ്. ഒരുപക്ഷെ അടുത്ത 3 വർഷത്തേക്കുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തന പാത CPIM-ൻ്റെ
നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ ആ പൊളിറ്റിക്കൽ റെസൊല്യൂഷനായിരിക്കും, അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രമേയമായിരിക്കും. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ പുതിയ കാലത്ത് എതിരിടേണ്ടത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയാണെന്ന് വളരെ കൃത്യമായിട്ട് CPM അവരുടെ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ വിധത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ, കോൺസ്റ്റിറ്റ്യൂഷനെ, നിയമങ്ങളെ, സംസ്കാരത്തെ ഒക്കെ അട്ടിമറിക്കുന്നതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിനെ നേരിടാനുള്ള പ്രചരണ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അതിൽ പരാമർശിക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമില്ലേ? ഈ പുതിയ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പോലും അവരുടെയും പ്രവർത്തന പന്ഥാവെന്ന് പറയുന്നത് ഈ കരട് രാഷ്ട്രീയ പ്രമേയം ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? അത് വലിയ പ്രശ്നം തന്നെയാണ്. ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രത്യേകിച്ചും ഈ ന്യൂ ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ സാധനം വരുന്നത് എന്നുള്ളത് കൊണ്ടും അത് ഒരു ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പ്രോട്ടോ ഫാസിസം ആണ് എന്ന് പോലും ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ചില മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും ഈ ഫൈനൽ ഡോക്യുമെന്റ് ചെറിയ ഭേദഗതികൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ഫൈനൽ ഡോക്യുമെന്റിന്റെ രൂപം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇനിയും കുറച്ച് സമയം എടുക്കും. പാർട്ടി അത് ആ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമല്ലേ പുറത്തു വിടുള്ളൂ. അപ്പൊ ആ പുറത്തു പോകുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. പക്ഷെ ഇതില് ഈ ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവിൽ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഒരു ദിശയിൽ നിന്നൊന്നും അങ്ങനെ ഒരു ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ കമ്പാരിസൺ 92-ആയിട്ടാണ്. 92-ല് ലോകം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് CPM ആ പാർട്ടി കോൺഗ്രസ് ഞാൻ വളരെ സജീവമായി കവർ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതില് ഒരു അപ്ബീറ്റ് ലെഫ്റ്റ് എന്നാണ് അന്ന് അത് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്ബീറ്റ് ആയിട്ടുള്ള അവസ്ഥ മധുരയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൈറ്റ്. ശ്രീ MG രാധാകൃഷ്ണൻ, ഈ കാര്യത്തിൽ താങ്കൾ എന്ത് വിചാരിക്കുന്നു? ഈ പുതിയ നേതൃത്വം വരുന്നു, യുവാക്കൾ വരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന സ്ഥിരം പ്രവർത്തന രീതികൾ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്ന ഒരു പരിപാടി അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയായി മുമ്പിലുണ്ടോ? അതൊരു ഒരു പരിധി വരെ അതൊരു പ്രതിസന്ധിയാണ്. മറ്റൊരു വശത്തുകൂടി ഈ നിലവിലുള്ള പല വ്യവസ്ഥകളെയും മറികടന്ന് പോകുന്ന ചരിത്രമാണ് പലപ്പോഴും ചരിത്രത്തിൽ ഈ നേതൃത്വത്തിൽ വരുന്ന ചില വലിയ മാറ്റങ്ങളുടെയും. പ്രായം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പുതിയ കാലത്ത് ഇതുവരെ ചിന്തിച്ചിരുന്ന, അതുവരെ പയറ്റിയിരുന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാകാൻ ഇടയുള്ളവരാണ് ഇവര്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം അവരുടെ പ്രായത്തിൻ്റെതായാലും അവരുടെ കാഴ്ചപ്പാടിന്റെ ഒക്കെ പുതുമ വാസ്തവത്തിൽ നിലവിലുള്ള ചില എന്താ ഈ മുന്നോട്ട് പോകുന്നതിന് 17ഓളം സെൻട്രൽ കമ്മിറ്റിയിലും വന്നിരിക്കുന്നവർ വാസ്തവത്തിൽ തീർച്ചയായിട്ടും അവരുടേതായ ഊർജം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് തന്നെ നിലവിലുള്ള എന്തൊക്കെ പഴമയുടെ എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ടെങ്കിലും ഒരു പരിധി വരെ അതിനെ മറികടക്കാൻ കഴിയും അതുകൊണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് നമ്മളെ. അത് മാത്രമല്ല അതില്ലാതെ നിവൃത്തിയില്ല. അതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥയും കൂടെ ഉണ്ട്. അതല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം വാസ്തവത്തിൽ ഇത്രയും വലിയ എന്താ പറയാ അത് അങ്ങനെ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ആ ഒരു റിയലൈസേഷൻ, അതിന്റെ ഒരു ആ ഒരു ബോധോദയം ഉണ്ടായതിന്റെ ലക്ഷണം കൂടെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ നേരെ മൂർത്തമായി കാണുന്ന ഒന്നും രണ്ടല്ല, ചിലപ്പോൾ 3 പോലും കാര്യങ്ങൾ എത്തിച്ചേരാം. നേരത്തെ വെങ്കടേഷ് പറഞ്ഞതുപോലെ 92-ലെ ആ മാറ്റങ്ങൾ പോലും ഒരു നയത്തിന്റെയോ ഒരു പോളിസിയുടെയോ മറ്റോ വലിയ ശക്തമായ ഒരു മാറ്റം മാത്രമായിരുന്നില്ല. അപ്പോൾ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നിലവിൽ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വഴി തേടേണ്ടതാണ് എന്ന് പുതിയ ഭാരവാഹികൾക്ക് തോന്നുകയും ഒക്കെ ചെയ്തതിന്റെയും അവരുടെ കാഴ്ചപ്പാടിന്റെയും ബോധത്തിന്റെയും ഒക്കെ ഫലമായി ഒരു പുതിയ വഴി കണ്ടെത്തിയതാണ്. അതുപോലെ ഇതിപ്പോ എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചാലും ഈ പുതിയ അംഗങ്ങളുടെ ഒരു വരവ് ഒരു പരിധി വരെ ഈ കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ വാസ്തവത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലാണ് CPM. എന്ത് ചെയ്യണം? കഴിഞ്ഞ 2009 മുതൽ ഇതുവരെയുള്ളത് അടിക്കടി പരാജയങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒഴിച്ച അടിക്കടി പരാജയമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അഥവാ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയിലൂടെ പോലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു
എന്താ പറയാ, ഇവരുടെ ഈ ഡയലക്ടിക്കൽ ആയിട്ട് കാണുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏറ്റുമുട്ടൽ, ഈ ഒരു സംഘർഷം ഒരു പുതിയ വഴിയിലേക്ക്, അത് ചിലപ്പോൾ ഒരുപക്ഷെ വലിയ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. പക്ഷെ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയം ഒരുപക്ഷെ ഒരു പുതിയ വഴിയിലേക്ക് പ്രവേശിച്ച് കൂടായികയില്ല. അതില്ലാതെ രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടാണത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് എത്രയൊക്കെ നയങ്ങളുടെയും പിന്നെ പാർട്ടി പരിപാടിയുടെ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഒരു പരിധി വരെ ഒരു ചെറിയ ഒരു മുന്നേറ്റം എങ്കിലും ഉണ്ടാവാതിരിക്കാൻ നിവർത്തിയില്ല. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, അവിടെ ഈ മാറ്റത്തിൻ്റെ ചാലകശക്തിയാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തിക്ക്. സീതാറാം യെച്ചൂരിയുടെ സ്ഥാനത്തേക്കാണ് MA ബേബി വരുന്നത്. വലിയ കമ്പാരിസൺ ഇതിനകം തന്നെ ഇടത് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. യെച്ചൂരിയുടെ അത്രയും എത്താനാകുമോ MA ബേബിക്ക് എന്നുള്ള ചോദ്യമുണ്ട്. യെച്ചൂരിയെപ്പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ഫ്ലുവൻ്റായി ഇടപെടാൻ കഴിയുമോ ബേബിക്ക് എന്നുള്ള സന്ദേഹങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ യുവനിരയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുടെ ഒരു ശേഷിയും ക്ഷേമുഷിയും ഒക്കെ തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ സീതാറാം യെച്ചൂരി MA ബേബി കമ്പാരിസണ്? അല്ല, അതൊരു ഒരു 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 അൺഫെയർ കമ്പാരിസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാർക്ക് ഉള്ള പൂളിൽ നിന്ന് മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ബേസിക്കായിട്ട് സീതാറാം യെച്ചൂരിയെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ പറ്റി വെച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും സീതാറാമിന്റെ ആക്സെപ്റ്റൻസ് ഈ നാഷണൽ പൊളിറ്റിക്സിന്റെ വിവിധ തലങ്ങളിൽ വളരെ കൂടുതലായിരുന്നു. ബേബിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ബേബിക്ക് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കാനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള വെറൈറ്റി ഉള്ള ഒരുപാട് തരത്തിലുള്ള ഡിസിപ്ലിൻസുമായിട്ട് ഇടപഴകാനും, സംഗീതം മുതൽ കളി വരെ ആയാലും ഫുട്ബോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബേബി ആ ഒരു തരം അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ബേബിയുടെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സീതാറാമിനും ഉണ്ടായിരുന്ന ഒരു സംഭവം. സീതാറാം ഹിന്ദുസ്ഥാൻ ടൈംസിൽ അദ്ദേഹം എഴുതിയിരുന്ന കോളത്തിൽ അദ്ദേഹം എങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കിനെ അപഗ്രഥിച്ചുകൊണ്ട് എഴുതുന്ന ലേഖനങ്ങളും സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഈ സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള നമ്മുടെ രാജു, അദ്ദേഹം സീതാറാമിന്റെ അനുസ്മരണത്തിൽ പറഞ്ഞു വെച്ചാൽ സീതാറാമിനെ ആദ്യം കോളേജിൽ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സംഗീതത്തിലുള്ള വലിയ അറിവുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ സിദ്ധികൾ സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു. ബേബിക്കും അതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ബേബി ആ പൊട്ടൻഷ്യൽ എത്രമാത്രം ഫുൾഫിൽ ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പ്രത്യേകിച്ചും ഈ നാഷണൽ പോളിറ്റിക്സ്, ഈ ഫാസിസത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിശാലമായ മുന്നണി സംവിധാനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് വേണം മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സാധനമാണ്. അതിന്റെ ഒരു ചെറിയ ഈശ്വൽ ഭേദങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് ഈ കരട് പ്രമേയത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഈ പൊതു ഡിറക്ഷൻ അതായിരിക്കും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ബേബി തൻ്റെ സാന്നിധ്യം തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള പൊട്ടൻഷ്യൽ തീർച്ചയായും ബേബിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബേബിയെ വളരെ കാലമായിട്ട് ബേബിയുടെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുക, ബേബിയുടെ രാഷ്ട്രീയേതരമായിട്ടുള്ള ഇടപെടലുകൾ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ പാർട്ടിയിലെ നേതൃത്വം, ഇപ്പോഴുള്ള നേതൃത്വവും പിരിഞ്ഞുപോയ നേതൃത്വവും ഒക്കെ ആയിട്ട് ഏതാണ്ട് 35-40 വർഷത്തെ ഒരു സ്ഥിരമായിട്ടുള്ള ഒബ്സർവേഷൻ്റെ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ബേബിക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ കമ്പാരിസൺ അൺഫെയർ ആണെന്ന് ഞാൻ അഭിപ്രായം. സീതാറാം യെച്ചൂരിയാണ്, MA ബേബിയാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഡിസ്കോഴ്സസ് കടന്നു വരും. പക്ഷെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസണിന്റെ അപ്പുറത്ത് ബേബിക്ക് പെർഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. അതിനുള്ള സാഹചര്യം ഉണ്ട്. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ മുന്നോട്ട് പോകും എന്ന് വിളിച്ച പിറകോട്ടിന് പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മുന്നോട്ട് പോകാനേ വഴിയുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഈ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പാർട്ടി ഉള്ളത്, പുതിയ ജനറൽ സെക്രട്ടറിയും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ ഇതേ കാര്യം തന്നെ എം ജി രാധാകൃഷ്ണനോട് ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഇത് കമ്പാരിസണിൽ അർത്ഥമൊന്നുമില്ല. കാരണം രണ്ട് ഇൻഡിവിജ്വലാണ്, രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് കമ്പാരിസണിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരു പെർഫോമൻസ്, അതിനെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ, അതൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻഗാമിയുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഉപദേഷ്ടാവാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും സീതാറാം യെച്ചൂരി പറയുന്നതാണ് എന്നുവരെ പുറമേക്ക് കഥകളുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു സീതാറാം യെച്ചൂരി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ എന്താ പറയുക, അതിനുള്ളിലെ കമ്മ്യൂണിക്കേഷനിൽ സീതാറാം യെച്ചൂരിയുടെ റോള് വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അഖിലേഷ് യാദവുമായിട്ട്, ലാലു പ്രസാദ് യാദവുമായിട്ട്, തേജസ്വി യാദവുമായിട്ട്, രാഹുൽ ഗാന്ധിയായിട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ലീഡേഴ്സുമായിട്ടൊക്കെ ഉള്ള അടുപ്പവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ അത്ര എളുപ്പം സാധിക്കില്ല. പക്ഷേ ആ ഒരു ആർട്ട് പഠിച്ചു വരേണ്ടി വരില്ലേ എം എ ബേബിക്ക്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിൽ ഒന്ന് രണ്ട് ചരിത്രപരമായ പ്രാധാന്യം അല്ലെങ്കിൽ സവിശേഷതകൾ ഈ എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഉയർച്ചയിൽ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ആനുഷംഗികമായ അല്ലെങ്കിൽ യാദൃച്ഛികതയാണ്. കാരണം പാർട്ടി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി വർഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാനുള്ള ഉത്തരവാദിത്വം അർപ്പിതമായിരിക്കുന്നത് ഒരാളാണ് ബേബി. അതൊരു ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോളാണ്. ഒരു പക്ഷേ അതൊരു ഇൻസിഡന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈ അങ്ങനെ ആയ ഒരു രണ്ടാമത്തെ കാര്യം, പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഇടതുപക്ഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് തുടങ്ങിയതാണ് ആ തകർച്ചയെങ്കിലും അതിന്റെ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിൽ അതിന്റെ നേതൃത്വം സ്വീകരിക്കാൻ നിയുക്തനായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വിധിയുണ്ടായ ഒരു വ്യക്തിയാണ് എന്നുള്ളത്, അതും ചരിത്രത്തിൽ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ പല രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. മൂന്നാമത്തെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്, ഈ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും 100 വർഷത്തെ ചരിത്രത്തിൽ ഈ 15 ജനറൽ സെക്രട്ടറിമാരാണ് CPI-CPM ആയിട്ടുണ്ടായെങ്കിൽ അതിൽ 12 പേരും ഹിന്ദുക്കളായിരുന്നു. അതിൽ ഈ 3 പേരാണ് വാസ്തവത്തിൽ ഹൈന്ദവേതരരായിരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ പാർട്ടി അത് സമ്മതിച്ചില്ലെങ്കിലും അത് ഹർകിഷൻ സിംഗ് സുർജിത്ത്, ഒരു ജാട്ട് സിഖ് ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത്, പിന്നെ CPIയുടെ രാജ, ഒരു ദളിത് ക്രിസ്ത്യനാണ് അദ്ദേഹം. മൂന്നാമത്തെ ആള് ഈ ലത്തീൻ കത്തോലിക്കനായ എം എ ബേബി. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ മതമൊക്കെ പറയുന്ന പോലും ഒരു പാപമായിരിക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് പ്രത്യേകിച്ച് മതേതരത്വവും പ്ലൂറലിസം, ബഹുസ്വരതയും ഒക്കെ വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന പ്രസ്ഥാനമായ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ 100 വർഷമായിട്ട് 3 പേരെ മാത്രമേ ഹിന്ദുക്കളല്ലാത്തവരെ കണ്ടെത്താനായുള്ളൂ. അത് എന്നുള്ളത് ഒരു വലിയ പരാജയമാണ്, ഒരു വലിയ പോരായ്മയാണ്. പ്രത്യേകിച്ച് ഈ ഐഡന്റിറ്റി രാഷ്ട്രീയത്തിന്, സ്വത്ത് രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള വളരെ വിശാലമായ ചർച്ചകൾക്ക് ശേഷം വാസ്തവത്തിൽ ഈ ഡൈവേഴ്സിറ്റി ഇല്ലായ്മ, ഒരു വൈവിധ്യമില്ലായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെയധികം അംബേദ്കറൈറ്റുകളും ദളിത് പിന്നെ സ്കോളേഴ്സും ഒക്കെ വളരെയധികം നിരന്തരമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാം, ഈ അവര് ഹിന്ദുക്കളായിരുന്നു മാത്രമല്ല, ഏതാണ്ട് 13 പേരും അല്ലെങ്കിൽ 12 പേരാണ് ഹിന്ദുക്കൾ, ഈ 13 പേരും വാസ്തവത്തിൽ അപ്പർ കാസ്റ്റ്. ഇപ്പോ ജാട്ട് സിഖ് അപ്പർ കാസ്റ്റ് ആണോ എന്ന് എനിക്കൊരു പക്ഷെ വെങ്കിടിക്കായിരിക്കും പറയാൻ അറിയാവുന്നത്. പക്ഷെ അവരെന്തായാലും പിന്നോക്കമല്ല, ഒരു പക്ഷെ OBC ആണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഈ 13 പേര് OBC അല്ല, അപ്പൊ അവര് ഉന്നത വർഗമാണ്, ഉന്നത ജാതിയാണ്. അപ്പോ ആ 13 പേരും വാസ്തവത്തിൽ ഉന്നത ജാതിക്കാര്, സവർണ ജാതിക്കാരായിട്ടുള്ളവരാണ് എന്നുള്ളത് ഇടതുപക്ഷത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നവർ എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ 2 പേർ വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഇവർ 2 പേരും വാസ്തവത്തിൽ പിന്നോക്കക്കാരാണ്. അതിൽ ഡി രാജ വാസ്തവത്തിൽ ഒരു വലിയ ചരിത്രപരമായ പ്രാധാന്യമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹമാണ് ആദ്യത്തെ ദളിത് ജനറൽ സെക്രട്ടറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇതൊക്കെ വാസ്തവത്തിൽ ഈ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജാതിയും, പിന്നോക്ക ജാതി എന്നുള്ളത് ജാതിയും മതവും
ഒരു വലിയ എന്താ പറയാ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഈ ചൂഷണത്തിന്റെയും ഈ സാമൂഹ്യ ശ്രേണി വ്യവസ്ഥയുടെയും പ്രധാന ആക്സിസ് ആയ ഒരു രാജ്യം. അപ്പോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, അവർക്ക് വേണ്ടി പ്രസ്ഥാനം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വാസ്തവത്തിൽ പിന്നോക്ക ജാതിക്കാരായ ഉന്നത കുല ജാതിക്കാരും അതുകൊണ്ടാണ് ഈ പാർട്ടി വാസ്തവത്തിൽ ജാതി എന്നുള്ളൊരു പ്രശ്നത്തിനെ കണക്കിലെടുക്കാത്തത് എന്നുള്ള ഒരു വിമർശനം. പിന്നെ തീവ്രമായ വിമർശകർ പറയുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായിരുന്ന ആരോപിക്കപ്പെടുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച്, ഈ മതം, ജാതി മുതലായവയുടെ വലിയ റോൾ ഇന്ത്യൻ സമൂഹത്തിൽ കണ്ടുപിടിക്കാൻ ആവാതെ പോയത് കാരണം ഈ നേതൃത്വത്തിന്റെ ഈ ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു പശ്ചാത്തലമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോ ഗെയിൽ ഒമിറ്റിനെ പോലെ ഒരു കാലത്ത് മാർക്സിസ്റ്റും പിന്നെ അംബേദ്കറായിട്ടും ആയിരുന്ന അവരെ, അല്ലെങ്കിൽ കഞ്ചാലയെ പോലെയുള്ളവരെ, എന്തിന് ആനന്ദ് തെൽത്തുംബടെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആണെന്നും മാർക്സിസ്റ്റ് ആണെന്നും ആയ ഒരു ദളിത് സ്കോളർ, ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ദീർഘകാലമായി ഉണ്ടായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ദൗർബല്യത്തിനെങ്കിലും ഒരു പരിധിവരെ ഇതിനൊരു പരിഹാരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ ആ പ്രശ്നം അഡ്രസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാലത്തിന്റെ മാറ്റവും കാഴ്ചപ്പാടിന്റെ മാറ്റവും കൂടെ കുറിക്കുന്നുണ്ട്. ഇടതുപക്ഷം പോലും ഈ സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഈ ഡൈവേഴ്സിറ്റിയുടെ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീഡിസ്ട്രിബ്യൂഷൻ അപ്പുറത്ത് റെക്കഗ്നിഷൻ, റെപ്രസെന്റേഷൻ മുതലായി പുതിയ നവമാർക്സിസ്റ്റുകൾ, നാൻസി ഫ്രൈസറെയൊക്കെ പോലെയുള്ള നവമാർക്സിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബേബിയുടെ ആവിർഭാവത്തിന് അങ്ങനെ ഒരു വളരെ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മാറുമോ എന്നുള്ളതല്ല, പക്ഷെ അതാണ് പ്രധാന കുറ്റമായിട്ട് ഇതുവരെ ആരോപിച്ചിരുന്നെങ്കിൽ അതിന് ഒരു പകരം ആയിരിക്കുന്നു ഒരു പരിഹാരമോ, അല്ലെങ്കിൽ അതിന് ആ പ്രശ്നം അഡ്രസ് ചെയ്തിരിക്കുന്നു. അത് അദ്ദേഹം ജാതിയായത് ബേബിയുടെ ജാതിയല്ല ബേബിയെ സെക്രട്ടറി ആക്കിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും ഉന്നത കുലജാതരും പുരുഷന്മാരും അതിൽ ഹിന്ദുക്കളും മാത്രമായി മുന്നോട്ട് വെച്ച് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നോക്കുമ്പോഴാണ് ഈ അംബേദ്കറൈറ്റുകളും ദളിത് സ്കോളേഴ്സും ഒക്കെ പറയുന്ന ജാതിയുടെ പലതരത്തിലുള്ള ഫംഗ്ഷനിങ്ങിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു പക്ഷേ ഒരു പരിധിവരെ ഈ കാര്യത്തിൽ നന്നായി ശരിയായിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഇനി രണ്ടാമത് രാജീവ് ചോദിച്ച യെച്ചൂരിക്ക് പകരമാകുമോ? തീർച്ചയായിട്ടും അതും ഞാൻ അദ്ദേഹത്തിനോട് വെങ്കിടിയോട് ഞാൻ യോജിക്കുകയാണ്. അതൊരു ശരിയല്ല കമ്പാരിസൺ. പക്ഷെ അതേ സമയത്ത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ബേബിയോട് വളരെ സൗഹൃദമുള്ള ആളാണ്. ബേബി എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്, ഉയർന്നു വരേണ്ട ആളാണ്. ബേബിയുടെ രാഷ്ട്രീയത്തിലും ബേബിയുടെ മൂല്യബോധത്തിലും ബേബിയുടെ സാംസ്കാരികമായ പ്രവർത്തനത്തിലും ഒക്കെ വളരെ വലിയ മതിപ്പുള്ള ആളാണ്. ഇത്തരം ആൾക്കാർ ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ബേബിയായിരുന്നു. കേരളത്തിലെ CPM-ന് സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത കോട്ടം തട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയവുമായിട്ടും വടക്കേ ഇന്ത്യൻ പാർട്ടികളുമായിട്ടും നേതാക്കളുമായിട്ടും ഒക്കെ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, പല തലങ്ങളിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കൂടെ ഒരു എന്താ പറയാ സഹവർത്തിത്വത്തിനും മറ്റും സൗകര്യമാകുന്ന ഒരു നേതാവ് ആയിരുന്നില്ലേ ഇപ്പോൾ സെക്രട്ടറി ആകേണ്ടത് എന്നുള്ള സംശയം ബേബിയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് എനിക്ക് ചോദിക്കണം എന്ന് തോന്നുന്നു. റൈറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ MA ബേബി ജനറൽ സെക്രട്ടറി ആവുന്നതോടെ അത് കേരള പാർട്ടിയിൽ എന്താണ്, അല്ലെങ്കിൽ കേരള ഘടകത്തിന് എന്ത് സന്ദേശമായിരിക്കും കൊടുക്കുക, അതിൻ്റെ ബലാബലത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ത് തോന്നുന്നു? ഇവിടുത്തെ കേരളത്തിൽ ഇപ്പോൾ MA ബേബി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊട്ടൻഷ്യൽ സംസ്ഥാന സെക്രട്ടറി ആകും, അല്ലെങ്കിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആകും എന്ന് വരെ നമ്മൾ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 1992 സമ്മേളനത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. അതിനുശേഷം ബേബി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഭാവി മുഖ്യമന്ത്രി എന്നുള്ളൊരു പൊട്ടൻഷ്യൽ അവിടെ കേട്ടുകേൾവിയായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല ഉണ്ടായത്. ആ ചരിത്രം നമുക്കറിയാം. അപ്പോൾ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതിശക്തനായൊരു മുഖ്യമന്ത്രിയുണ്ട്, പാർട്ടിയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്. കേരള ഘടകമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ CPM-ൻ്റെ ഘടകം. ആ നിലയ്ക്ക് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്? അതിന്റെ മറുപടി ബേബി തന്നെ ഇന്നത്തെ മലയാള പത്രങ്ങളിലെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നായകൻ പിണറായി ആണെന്നാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടും അടിവരയിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ, കേരളത്തിൽ നായകൻ പിണറായി തന്നെയായിരിക്കും. അത് കേരളത്തിലെ ബലാബലത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. പിന്നെ ഈ കേരളത്തിൽ വലിയ തരത്തിലുള്ള വിഭാഗീയത നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ പിണറായിയും വി എസ് ആയിട്ടും ആ, പല തലങ്ങളിൽ അങ്ങനെ പല നേതൃത്വത്തിന്റെ പല തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വിഭാഗീയമായിട്ടുള്ള ചേരിതിരിവുകൾക്കെല്ലാം ഇടയിൽ ആ, ബേബി പിന്നെ പക്ഷം പിടിക്കാതെ വളരെ ക്ലിയർ ആയിട്ടും എന്നാൽ വലിയ തരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്കൊന്നും ആ, ആ, വഴിവെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് നീക്കാതെ ഒരു തരത്തിലൊരു സ്റ്റാറ്റസ് കോയിസ്റ്റ് ആയിട്ടാണ് ബേബി പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ബേബി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ഈ സ്റ്റാറ്റസ് കോ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ബേബിയുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഞാൻ ഒറ്റ കാര്യം അത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ഇടപെടുമ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം തീരുമാനിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കേരള ഘടകത്തിൻ്റെ ഒരു പ്രഷർ ഉണ്ടാകേണ്ട കാര്യമല്ല. ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ഈസിനെസ് ഉണ്ടാകുമായിരുന്നു. ആ ഒരു ഈസിനെസ് എം എ ബേബിക്ക് ഉണ്ടാവുമോ? കാരണം വെച്ചാൽ എപ്പോഴും കേരള ഘടകത്തിൻ്റെ ആളാണ് ഞാൻ എന്നുള്ളൊരു പ്രയാസം അത് ജനറൽ സെക്രട്ടറിക്ക് പേറേണ്ടി വരുമോ? അല്ല, അത് മറികടക്കേണ്ടി വരും. ഇത് സത്യത്തിൽ ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ ഇതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം പറഞ്ഞു. ബേബി ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയൊരു സെന്റിനറി ഇയറിലാണ് ബേബി പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മുടെ പാർട്ടി സെക്രട്ടറിമാരുടെ ഈ ഐഡന്റിറ്റി പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിമാർക്ക് ഉണ്ടായിരുന്ന ഈ ഉന്നത കുലജാത ദൗർബല്യം അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമനമാണ്. അപ്പൊ സത്യത്തിൽ ഇതൊരു ക്വാണ്ടം ലീപ്പാണ്. അതൊരു പൊളിറ്റിക്കൽ ക്വാണ്ടം ലീപ്പ് ആണെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ച രീതിയിൽ സംസ്ഥാന ഘടകങ്ങളുടെ സെക്ടേറിയനായിട്ടുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങാതെ അല്ലെങ്കിൽ അത്ര അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ഒരു ദേശീയ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ക്വാണ്ടം ലീപ്പ് കൂടെ ബേബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതേ കാര്യം തന്നെ ശ്രീ എം ജി രാധാകൃഷ്ണനോട് ചോദിക്കുന്നു. അത്ര എളുപ്പമാണോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പവർ സെൻ്ററാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ നടപ്പാക്കുന്ന ആൾ എന്നുള്ള സ്ഥാനമേ തനിക്കുള്ളൂ എന്ന് എം എ ബേബിക്ക് വിശദീകരിക്കാം. അത് ശരിയുമാണ്. പക്ഷേ ഇതൊരു പവർ സെൻ്ററാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ഘടകം ഫാക്ഷൻ അതിനോടുണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിനോടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റോ ഇത് ഒരു ഭാവിയിലൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ടോ? ഭാവിയിൽ പ്രശ്നമാകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കും ഇടതുപക്ഷത്തിൽ ഇപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർക്കും തോന്നേണ്ടതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. തിരുത്തുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ഉറപ്പില്ല. കാരണം നേരത്തെ വെങ്കടി പറഞ്ഞ പോലെ ബേബി ഇതുവരെ ബേബിയുടെ ഒരു രീതി അനുസരിച്ച് ബേബി അങ്ങനെ ഒരു വലിയ ആർക്കും ഒരു ശക്തമായ തീരുമാനങ്ങളുടെ പിന്നാലെ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ മുൻകൈ എടുക്കുകയോ ഒന്നും ചെയ്തതായിട്ട് ഉള്ള അറിവില്ല. അതേസമയത്ത് ബേബിയിൽ മറ്റു ചില പ്രധാനപ്പെട്ട നല്ല അംശങ്ങളുള്ളത് ഈ പൊളിറ്റിക്സിൽ ഒരു 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 ധാർമ്മികതയുടെ ആവശ്യമാണ്, എത്തിക്സ് ആവശ്യമാണ്, കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, അത് അതിന്റെ മൂല്യ വ്യവസ്ഥയുമായിട്ടും അതിന്റെ വീക്ഷണങ്ങളുമായിട്ടും അതിൽ വേണ്ട സദാചാരം, ഞാൻ പറഞ്ഞൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ബേബി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ രംഗത്ത് ഇടതുപക്ഷം കേരളത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും നേരിടുന്ന ഒരു കാലമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു മോറൽ ഹൈഗ്രൗണ്ട് ഉണ്ടായിരുന്നത് അവരാണ്. ഒരു രാഷ്ട്രീയ സദാചാരത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടായിരുന്നവരാണ്. അഴിമതിയുടെ കാര്യത്തിൽ താരതമ്യേന വിമുക്തമായി നിന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ പല അധികാര പ്രയോഗത്തിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ വാസ്തവത്തിൽ ഒരു എത്തിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ തന്റെ പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിച്ചത്. അദ്ദേഹം അതിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം.
പക്ഷെ അതായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രധാന, അത് കേരള സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. കാരണം ഇന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയെ എതിരായിട്ട്, ഇപ്പൊ പിണറായി വിജയന്റെ എതിരായിട്ടോ അല്ലെങ്കിൽ വേറെ ആയിട്ടോ പറയുന്നത്, പക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ, CPM രാഷ്ട്രീയത്തിന്റെ സമീപകാലത്തെ സ്വഭാവങ്ങളിൽ, സമീപകാലത്തെ രീതികളിൽ, ഈ അതിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവരോട് കാണിക്കുന്ന ആഭിമുഖ്യത്തിന്റെ കാര്യത്തിലായാലും, നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ കാര്യത്തിലും ഒക്കെ പോരായ്മകളും വീഴ്ചകളും വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ MA ബേബിയെ പോലെ ഒരാൾക്ക് വാസ്തവത്തിൽ അതിനെപ്പറ്റി ബോധ്യം തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. MA ബേബിയുടെ ടെമ്പറമെന്റ് അങ്ങനെയാണ്, MA ബേബിയുടെ രാഷ്ട്രീയ വീക്ഷണം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അത് അവിടെ ആവശ്യമായ, അതിനർത്ഥം പിണറായി വിജയനെതിരായിട്ട് യുദ്ധം പടനയിക്കണം എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സാന്നിധ്യം വാസ്തവത്തിൽ അതിനെ ഒരു പരിധി വരെയെങ്കിലും അത് ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയും എന്ന് സഹായിച്ചേക്കാം എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ പ്രശ്നം ഈ കേന്ദ്ര, നേരത്തെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ മാത്രമാണ് CPM വിജയിച്ചു നിൽക്കുന്നത്. നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷെ കഴിഞ്ഞ 20 വർഷം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പിന്നോട്ട് പോയപ്പോഴും ആ 20 വർഷമാണ് CPM-ന്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ കാലം. വാസ്തവത്തിൽ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കാലം തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഇതിനൊരു ഒരു കൊടുക്കൽ വാങ്ങൽ എന്താണ്, എവിടെയാണ് ഇതിന് ഒരു ട്രേഡ് ഓഫ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്? വാല്യൂസിന്റെയും മോറൽസിന്റെയും പ്രോബിറ്റിയുടെയും ഒക്കെ എത്തിക്സിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു വശത്തെ പ്രശ്നമാണ്. അപ്പൊ മറുവശത്ത് ഒരു സംഘടനാപരമായി ജയിച്ചു നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് പോളിറ്റ് ബ്യൂറോയിന് ഒരു തരത്തിലും പിന്നെ ഈ കേരളത്തിലെ പാർട്ടിയെ തിരുത്താനോ കേരളത്തിലെ പാർട്ടിയെ മറ്റൊരു വഴിക്ക് നയിക്കാനോ പറ്റാത്ത പോലെ കേരളത്തിലെ ഇടതുപക്ഷ CPM അത്ര ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ദേശീയ സംഘടന തലത്തിൽ. അപ്പൊ അവിടെയൊക്കെ വാസ്തവത്തിൽ എങ്ങനെയാണ് MA ബേബിക്ക് അതിനുള്ള കൺവിക്ഷൻ ഉണ്ട്, അതിനുള്ള കറേജ് ഓഫ് കൺവിക്ഷൻ കൂടെ ഉണ്ടോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. വളരെയധികം നന്ദി CMG രാധാകൃഷ്ണൻ, ഒപ്പം വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പുതിയ ടീമുണ്ട്, അല്ലെങ്കിൽ ഒരു യങ് ടീമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പരിചയസമ്പന്നരായ പഴയ നേതൃനിരയുണ്ട്, അതിനോടൊപ്പം ഒരു യങ് ടീമുണ്ട്. ഈ ടീമിനെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ, ഈ പാർട്ടി കോൺഗ്രസിൽ അവർ തന്നെ വിലയിരുത്തിയ PBക്കും CCക്കും തെറ്റുതിരുത്തൽ നടപടികൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാനും കുറേക്കൂടെ സംഘടനാപരമായി ശക്തി ആർജിക്കുന്ന വിധത്തിലേക്ക് ഈ സംഘടനയെ നടത്തിക്കാനും MA ബേബിക്ക് സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ് ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം നമുക്ക് മുമ്പിൽ വരുന്ന ചോദ്യം. വളരെയധികം നന്ദി രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്.